ഹലോ ഗൈസ്, അപ്പോൾ കുറേ കാലമായി ഞങ്ങളെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് ഒരു സൺഡേ വ്ലോഗുമായിട്ട് ഞങ്ങൾ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പോൾ സൺഡേക്കല്ലേ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്യാന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി 3 കൂടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോ ആണ് മുന്നിൽ കൂടെ ശുന്നും പറഞ്ഞിട്ട് പോയത്. കുറച്ച് നേരം ചേട്ടൻ അങ്ങ് വരെ പോയി, പിന്നെ തിരിച്ച് വരട്ടെ എന്ന് കരുതി ഞങ്ങൾ അവിടെ തന്നെ നിന്ന്. മടി കൊണ്ടല്ല കേട്ടോ നടക്കാനുള്ളത്. പിന്നെ ചേട്ടൻ അങ്ങ് വരെ പോയിട്ട് തിരിച്ച് വരുന്നു. ഞങ്ങൾ പിക്ക് ചെയ്തു. ഞങ്ങൾ നേരെ ഓട്ടോ ഒക്കെ കയറി. അങ്ങനെ ഊബർ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഓട്ടോയിൽ കയറി കുറച്ച് ഷോപ്പൊക്കെ എടുത്തു. കണ്ടില്ല ഗൈസ്, എന്ത് അച്ചടക്കമുള്ള പിള്ളേരാണല്ലേ. പറക്കത്തുള്ള മക്കൾ. ഇതാണ് ഗൈസ് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു കുളം. ഈ കുളം കാണുമ്പോൾ എനിക്ക് കല്ലെറിയാൻ തോന്നും. അപ്പോഴേ ഒരു സമാധാനം കിട്ടുള്ളൂ. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഓട്ടോ പോയി ഇതാണ് ഗൈസ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്ക് ഫേസ് 1 ഗേറ്റാണിത്. ഇതിനകത്താണ് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പണിയെടുക്കുന്നത്. അങ്ങനെ കഴക്കൂട്ടം KOC ചിക്കനാണെന്ന് തോന്നുന്നു. അവിടെയാണ് ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയത്. എനിക്ക് അവരുടെ ലോഗോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് കഴിഞ്ഞ് ഞാൻ അവിടെ ചുമ്മാ വായും പൊളിച്ചിരുന്നപ്പോൾ അതിനകത്ത് കുറച്ച് ഫിഷ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അത് കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ അലീനയും അർച്ചനയും കൂടി അവിടെ ചിക്കനെ വില വെച്ചിക്കൊണ്ടിരിക്കുമായിരുന്നു. എത്ര റേറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു 3 കിലോ ചിക്കൻ പറഞ്ഞുറപ്പിച്ചു. കുറേ നേരം ഞാൻ ആ കാക്കയെ നോക്കിക്കൊണ്ടിരുന്നു. കാക്ക പലതും കിട്ടുന്ന കയറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ തന്നെ ഒരു പലചരക്ക് കട, അതായത് സാധന ജംഗമ വസ്തുക്കൾ എന്തൊക്കെയൊക്കെയോ എല്ലാം ഉണ്ട് അവിടെ. പച്ചക്കറി മുതലായവ, പിന്നെ അരിപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാ സാധനങ്ങളുണ്ട്. അവിടെ നമുക്ക് ചിക്കൻ കറിയിലോട്ടും പിന്നെ ഈ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം നോക്കി. കാരണം കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഊബർ ബുക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ അഗെയിൻ ഹോസ്റ്റലിൽ വന്നു. അർച്ചന ബീബി ഓട്ടോയുടെ പൈസയൊക്കെ കൊടുത്തു. ക്യാഷറായിരുന്നു ഈ വീക്കിൽ അവൾ. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പൂച്ചക്കുട്ടിയൊക്കെ ഉണ്ട്. അവരെന്നെ പുച്ഛിച്ച് കളഞ്ഞു ഗൈസ്, തിരിഞ്ഞു നോക്കി കളഞ്ഞു അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലൊക്കെ എത്തി. സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുന്ന തിരക്കില്ലായിരുന്നു. എല്ലാം ഉണ്ടോയെന്നൊക്കെ നോക്കി നേരെ ഫ്രഷ് ആയിട്ട് വന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, സാധനങ്ങൾ കുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് തന്ന പരിപാടി ക്ലീനിങ് ആയിരുന്നു. ഞാൻ നേരെ ചൂലെടുത്തിട്ട് നമ്മൾ 3ാമത്തെ നിലയിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ താഴെ വരെ അടിച്ച് വാരി വൃത്തിയാക്കി കൊടുക്കത്തെ പണിയായിരുന്നു ഗൈസ്. ഞാൻ തിരിച്ച് വന്നപ്പോഴേക്കും ഇവർ ഉച്ചയ്ക്കത്തെ ഫുഡിലോട്ടുള്ള പരിപാടിയിലായിരുന്നു. ചോറും കറിയൊന്നും വെച്ചില്ല. രാവിലെ എഴുന്നിട്ട് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അലീന അതേ ചോറൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫുൾ വീഡിയോഗ്രാഫർ തന്നെയാണ്. അങ്ങനെ അലീന ചോറ് വെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ അർച്ചന കറി വയ്ക്കാനുള്ള പരിപാടി ഉള്ളിയും കറിയുന്നു. അങ്ങനെ ഞാൻ നേരെ പോയിട്ട് എൻ്റെ തുടക്കൽ പരിപാടിയിലോട്ട് നീങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ കുറച്ച് ബക്കറ്റും വെള്ളമൊക്കെ എടുത്ത് അവിടെ ഫുൾ തുടച്ച് വൃത്തിയാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ കല്യാണരാമൻ സിനിമയിൽ പറയുന്ന പോലെ തെക്കേടത്ത് ട്രാവൽസിൽ നിന്ന് 7ഓളം വണ്ടികളാണ് പുത്തേടത്തെ വീട്ടിലെ കല്യാണത്തിന് ഓടുന്നത് പറയുന്നത് പോലെ 2 ഫാനുകൾ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്, തറ തുടച്ചിട്ട് അത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അലീന ചിക്കനൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചധികം ഉണ്ടായിരുന്നു ചിക്കൻ. അവളത് നിന്ന് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാവം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് മാത്രം ഉണ്ടായിരുന്നു ചിക്കൻ. ഒന്നും നോക്കിയില്ല, പൈസ ഇങ്ങോട്ട് ഇറക്കി കുറേ ചിക്കൻ ഇങ്ങോട്ട് വാങ്ങി. അവളതിൻ്റെ പരിപാടിയിൽ അപ്പോൾ ഞാനും അർച്ചനയും കൂടി ചിക്കൻ കറിയിലോട്ടുള്ള പച്ചക്കറികളെല്ലാം വെട്ടി വയ്ക്കാമെന്ന് കരുതി, മുറിച്ച് വയ്ക്കാമെന്ന് കരുതി. ഉള്ളി, തക്കാളി, പച്ചമുളക് എന്നിവ സാധനങ്ങളെല്ലാം ഞങ്ങൾ അരിഞ്ഞ് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം കുറച്ചധികം മെല്ലെ ഞങ്ങൾ കുറച്ച് സംസാരിച്ച് കത്തിക്കടിച്ച് അങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് കുക്കിംഗ് പരിപാടികളൊക്കെ നടത്താറ്. അതേപോലെ അവർ നമ്മൾ പാട്ടൊക്കെ വെച്ച് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവളെന്ത് ചെയ്തു, അർച്ചന മറ്റേ ഇഞ്ചി പേസ്റ്റ് സംഭവം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ വെച്ച് സെറ്റാക്കി. ഫുൾ സെറ്റപ്പ് ചിക്കൻ കറിയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പോഴേക്ക് വിശന്നു. ഒരു 12:30 അപ്പോഴേക്ക് വിശന്നു. ഫുഡ് കഴിച്ചില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു കപ്പ് ചായ അടിച്ചു. അലീന ചായ കുടിക്കില്ല, ഞാനും അർച്ചനയും മാത്രം നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പം എൻ്റെ സോറേ, അയ്യോ പയ്യന്നൂർ കോളേജിലെ കാറ്റൊന്നല്ലായിരുന്നു ഗൈസ്. നല്ല അടിപൊളി കാറ്റടിച്ചിരുന്നു. കാരണം ആ ചായ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം അലീന അതിൻ്റെ എൻഡിങ്ങിലോട്ട് അടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ മെല്ലെ യൂട്യൂബ് തപ്പി നമ്മുടെ ഫേമസ് ഷാൻ ചേട്ടൻ്റെ ചിക്കൻ കറി റെസിപ്പി തപ്പി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സിമ്പിളായിട്ട് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് മൂപ്പര് നമുക്ക് പഠിപ്പിച്ചിരും ഇത്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മളതിൻ്റെ പരിപാടിയിലോട്ട് കടന്നു. ചിക്കൻ കറിയൊക്കെ ഏകദേശം സെറ്റാക്കി നമ്മളെന്ത് ചെയ്തു, നേരെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നതിന് ശേഷം ഞാൻ മെല്ലെ വന്നിട്ട് എന്ത് ചെയ്തു, പത്തിരിണ്ടാക്കുന്ന പരിപാടിയിലോട്ട് വെള്ളം അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ ചുമ്മാ ജനലിൻ്റെ പുറത്തോട് നോക്കിയപ്പോൾ കൈസ് നിറയെ മാങ്ങ. കണ്ടവൻ്റെ പറമ്പിലാണ് മാങ്ങയാണ്, എന്നാലും ആരാൻ്റെ മാങ്ങ മോഷ്ടിക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ച് വന്നു. അതിങ്ങനെ നേരെ പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് നല്ല ചൂടുണ്ടായിരുന്നു ഗൈസ്. എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിന് കാണിക്കാതെ
പിന്നെയും കുഴയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് കാണിക്കാൻ പാടില്ലല്ലോ. നല്ല ചൂടുണ്ടായിരുന്നു, കാരണം തിളപ്പിച്ച വെള്ളത്തിലോടിട്ടല്ലേ. പിന്നെ ഞാൻ ഇത് പ്രസ്സൊക്കെ എടുത്ത് അത് പരത്തി കിട്ടുമെന്ന് നോക്കണ്ടേ. കിട്ടി ഗൈസ്, സക്സസ് ആയിരുന്നു, നല്ല വൃത്തിക്ക് കിട്ടി. ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് സ്പെഷ്യൽ നൈസ് പത്തിരി. പെരുന്നാൾ സമയത്തൊക്കെ അടിപൊളിയായിരിക്കും സംഭവം ഉണ്ടാക്കുമ്പോൾ വീട്ടിലൊക്കെ. അങ്ങനെ ഞാൻ നേരെ പാനൊക്കെ എടുത്ത് ഗ്യാസൊക്കെ കത്തിച്ച് ഇനി അത് വെന്ത് വരുമോ എന്നുള്ളത് ഡൗട്ടായിരുന്നു, കാരണം അത്രയ്ക്ക് നൈസായിരുന്നു. പരത്തിയപ്പോൾ കുറച്ചധികം നൈസായിപ്പോയി. നൈസ് പത്തിരി എന്നാണ് പേരെന്നെങ്കിലും പക്ഷേ വിചാരിച്ച പോലല്ല, അത്യാവശ്യം വെന്ത് വന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരെണ്ണം ഉണ്ടാക്കി ആദ്യം ഞാൻ കഴിച്ചു നോക്കി ഗൈസ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നന്നായിരുന്നു. ചൂടുണ്ട്, പക്ഷേ പിന്നെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് ഞാനത് ഉണ്ടാക്കിയെടുത്തു. കുറച്ച് കഷ്ടപ്പെട്ടുവെങ്കിലും അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത്. വീട്ടിലാണെങ്കിൽ അമ്മ കുഴച്ച് വെച്ചിട്ട് പോകും, പിന്നെ ചൂടാറാണ്, അങ്ങനെ കുഴച്ച് ചൂടാറില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി സൈഡിൽ അവിടെ വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയില്ലേ ഗൈസ്, നല്ല മുഞ്ചുള്ള ചിക്കൻ കറി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഓർഡർ ചെയ്തു. പൂ ചോദിച്ചപ്പോൾ ഇൻസ്റ്റാമാർട്ട് ഞങ്ങൾക്ക് പൂക്കാലാണ് വന്നത്. അതിന് മാത്രം ഐസ് ക്യൂബാണ് അവർ ഞങ്ങൾക്ക് അയച്ചത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറിയ പിക്ചറായിരുന്നു, ഐസ് ക്യൂബിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നത്. അത് കണ്ടങ്ങ് ചാടിക്കയറി 2 പാക്കറ്റ് കൊടുത്തു. നോക്കിയിട്ട് കാര്യമില്ല, തണുത്ത വെള്ളം കുടിച്ച് മരിക്കും ഗൈസ്. കണ്ടോക്കെ ഇഷ്ടം മാതിരി ഉണ്ടായിരുന്നു ഐസ് ക്യൂബ്. ഇതൊരൊറ്റ പാക്കറ്റ് മാത്രമേ പൊട്ടിച്ചുണ്ടായുള്ളായിരുന്നു, എന്നിട്ട് ഇതിന് മാത്രം ഉണ്ടായിരുന്നു, കല്ല് പോലെ കിടക്കുന്നു. അതിനിടയ്ക്ക് 2-3 എടുത്ത് വാരിട്ട് കഴിച്ചൊക്കെ നോക്കി, കൊള്ളായിരുന്നു. പിന്നെ നലിയാൻ വെച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റുകൾ എത്തിരിക്കുകയാണ് ഗൈസ്. ഇതൊരു സർപ്രൈസ് ആയിരുന്നു. ഇതാണ് ഫെബ തോമസ്, ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലുണ്ടായിരുന്നായിരുന്നു. എൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ ഇപ്പോൾ 2-3 വർഷം ഒരുമിച്ചാണ്. ഇപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആളും അമ്മയാണ്. അങ്ങനെ അവർ ഞങ്ങളെ വീട്ടിൽ ഇതുവരെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ ക്ഷണിച്ചതാണ് അവരെ, അതുകൊണ്ടാണ് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയത്. അങ്ങനെ അവർ നമ്മുടെ കേരളീയരുടെ മെയിൻ സാധനമായ ലൈം അടിച്ചു കൊടുത്തു ഗൈസ് അവർക്ക്. അങ്ങനെ കൊണ്ടുപോകുന്ന അർച്ചനെ പെൺകുട്ടിയെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. അത് കഴിഞ്ഞ് വൈകിട്ടാണ് അവർ വന്നത്. പക്ഷേ എന്നാലും നമ്മൾ ചൂടത്ത് കയറി വന്നാലും കയറി തണുത്ത വെള്ളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് അതിഥി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹരി. ഇത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പഴംപൊരിയും നല്ല ചിക്കൻ കറിയും പത്തിരിയും ചായ എല്ലാം ആയിട്ട് എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കിയതായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നല്ല സ്ട്രോബെറി ഐസ്ക്രീം വാങ്ങിയിരുന്നു. അതൊക്കെ കഴിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. കത്തിയിട്ട് തന്നെയായിരുന്നു മെയിൻ. എല്ലാം ഇവിടുന്ന് ഓരോന്ന് എടുത്തിട്ടിട്ട് തൂക്കിക്കൊല്ല് തന്നെ, ഓരോരുത്തർ എയറിലായിരുന്നു. കുറേ നേരം അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു. കുറേ കാലം അവർ കണ്ടിട്ട്, കാരണം ഇവിടെ വീട് മാറിയതിന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നു സംസാരിച്ചു. കാരണം മലീന വേറെ ഓഫീസായതുകൊണ്ട് അവളെ കാണാറില്ല, അതുകൊണ്ട് അവർ കുറേ കഥയൊക്കെ പറഞ്ഞിരുന്നു. ഒരു 6 മണി 6:30 ആയപ്പോൾ രണ്ടെണ്ണം കൂടെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോയി, കാരണം അവർക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. അങ്ങനെ ടാറ്റയ്ക്കൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പറയുന്ന പോലെ കൈയൊക്കെ കൊടുത്ത് അവർ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. കുറച്ച് ദൂരമുണ്ട് അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട്. അവർ കുറച്ച് മുന്നേ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്തു, ഹരിസാറിന് പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു, സൺഡേ ഒക്കെ അല്ലേ. അപ്പം ഞങ്ങൾ 4 പേരും എന്തെടുത്തു, യൂണോക്കാർഡ് എനിക്ക് എപ്പോഴും തെറ്റി, യൂണോക്കോഡ് എൻ്റെ വായിൽ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ യൂണോക്കാർഡൊക്കെ എടുത്ത് പിന്നെ പ്രോ പ്ലേയേഴ്സ് ഇരുന്ന് കളിയായിരുന്നു, ഒടുക്കത്തെ കളിയായിരുന്നു. അടിയും പിടിയും വാശിയും ചിരിയും ഒച്ചപ്പാടും ബഹളവും എല്ലാം കൂടെ ആയിട്ട് നൈറ്റ് ഫുൾ അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവനും പോകാൻ സമയമായി. അങ്ങനെ അവനും ഇറങ്ങി. അങ്ങനെ അവന് ടാറ്റൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു. കുറേ അധികം സമയമില്ല, ഒരു 7 മണി വരെയൊക്കെ ആയപ്പോൾ പിന്നെ അവനും പോയി. നല്ലൊരു ദിവസമായിരുന്നു, സൺഡേ അടിപൊളിയായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ബിസി ഡേ ആയിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. അവനെ പറഞ്ഞു വെച്ച് ഞങ്ങൾ എങ്ങനെ വന്ന് കുറച്ച് ചിക്കൻ പൊരിക്കാനുണ്ടായിരുന്നു, ബാക്കി അതൊക്കെ പൊരിച്ച് വെച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.